ഐ ടിയിൽ 2 ഫേസസാണുള്ളത്. ഒന്ന് നല്ല കട്ടപ്പണി, ഇപ്പോൾ ഫുൾ മീറ്റിംഗ്സും ഡിസ്കഷൻസും കോൾസും ഡെഡ് ലൈൻസ്, ഇഷ്യൂസ്, ബഗ്സ്, ഫീച്ചർ എൻഹാൻസ്മെൻറ്റ്സ്, അങ്ങനെ നമുക്ക് ലാപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത പോലെ നല്ല കട്ടപ്പണി. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പണി. എങ്ങനെയാണ് നല്ല വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്ന വർക്ക്. നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പണിക്ക് ഒരു 5-6 ദിവസം ചെയ്യാനുള്ള ടൈം കിട്ടുക. അപ്പോൾ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ഫേസിലാണെങ്കിലും, നല്ല കട്ടപ്പണി ഫേസിലാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന വർക്കിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കുറച്ച് ടൈം നമ്മളുടെ സെൽഫ് ലേണിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഡെയിലി ഒരു 15 to 30 മിനിറ്റ്സ് അതിന് വേണ്ടി എങ്ങനെയെങ്കിലും നമ്മൾ ടൈം കണ്ടെത്താൻ നോക്കണം. ചിലപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലൊന്നും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ലായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഒരു 15 മിനിറ്റ്സ് നമ്മളെന്നും ഒരു എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് നല്ല ടൈറ്റ് വർക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പാതിരാത്രി വരെ നമ്മൾ കണ്ടിന്യൂസ് കുറേ അവേഴ്സൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയും കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ ഈ പേജ് തുടങ്ങിയത് തന്നെ അതിന് വേണ്ടിയാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പേജ് തുടങ്ങിയത്. പക്ഷേ വീഡിയോ എടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി ഡെപ്തായിട്ട് മനസ്സിലാവുക. ചിലപ്പോൾ നമ്മൾ വെറുതെ വായിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കേട്ട് പോകുമ്പോൾ നമുക്ക് അത്രയും ഡൗട്ടൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും. പക്ഷേ നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ വന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കുറച്ചുകൂടെ നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേജ് തുടങ്ങിയത്. പക്ഷേ നല്ല വർക്ക് ഉണ്ടായതുകൊണ്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ നിങ്ങളും ഏത് ഫേസിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ടൈം ഒരു ദിവസം എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.